പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ലോക്സഭാ ഇലക്ഷന്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2019 അപേക്ഷിച്ച് 2024 വളരെ ഗണ്യമായ അളവിലുള്ള പോളിംഗ് ശതമാനത്തിന്റെ കുറവ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2019 ഏകദേശം 80% പോൾ രേഖപ്പെടുത്തിയപ്പോൾ 2024 വരുമ്പോൾ ഏകദേശം 70% കേരളത്തിന്റെ പോളിംഗ് ശതമാനം താന്ന ഒരു കണക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പുറപ്പെടുവിച്ചത്. അതിൽ തന്നെ ഏറ്റവും കുറവ് പോൾ രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 63%. അപ്പോൾ പത്തനംതിട്ട ലോക്സഭയിൽപ്പെട്ട അടൂരിലാണ് വാർത്ത 24 നിൽക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് മുന്നണികളിലും വളരെയധികം ആശങ്കയിലാണ്. BJPയുടെ A+ മണ്ഡലമായി വിശേഷിക്കപ്പെട്ട പത്തനംതിട്ടയിൽ വളരെ കാടിളക്കിയുള്ള ഒരു പ്രചരണമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിരുന്നത്. അതുപോലെ തന്നെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിയും മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കും തമ്മിലുള്ള വളരെ വാശിയുള്ള ഒരു മത്സരം നടന്നിട്ട് പോലും ഇവിടെ ഇത്രയധികം ഗണ്യമായ പോളിംഗ് ശതമാനത്തിലെ കുറവ് മൂന്ന് മുന്നണികളെയും വളരെയധികം ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. LDFനും UDFനും എതിരായ ഒരു ബദൽ കേരളത്തിൽ ഉയർന്നു വരും. അതിന്റെ ഒരു പ്രതിഫലനം പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുകയാണ്. എന്നാലും ഇലക്ഷനെല്ലാം കഴിഞ്ഞിരിക്കുന്നു, വോട്ടുകളെല്ലാം പെട്ടിയിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഏത് മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ ജനം വിധി എഴുതുന്നത്? വളരെ പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ആർക്ക് അനുകൂലമായിരിക്കും? തോമസ് മാഷ് ജയിക്കും. തീർച്ചയായും ജയിക്കാന്നാണ് പറയുന്നത്. തോമസ് ഐസക് ജയിക്കും. പോളിംഗ് ശതമാനം കുറഞ്ഞത് കിട്ടാനുള്ള വോട്ട് LDFന് കിട്ടും. തോമസ് ഐസക് ജയിക്കും. പ്രതീക്ഷ ആർക്കാണ്? ഇവിടെ LDFനും UDFനും പ്രതീക്ഷയുണ്ടല്ലേ? BJPക്ക് പ്രതീക്ഷയൊന്നുമില്ല? ഇല്ലല്ല, അത് പ്രതീക്ഷിക്കണ്ട, കിട്ടത്തില്ല. രണ്ടുപേരും പ്രതീക്ഷിക്കുക. BJP അക്കൗണ്ട് തുറക്കും. എവിടെ തുറക്കും? എവിടെങ്കിലും തുറക്കുന്നത്. എവിടെ? എന്നാലും ചേട്ടന്റെ പ്രതീക്ഷ തൃശ്ശൂർ തുറക്കും. MP ആയിരുന്നു ആന്റോ ആന്റണി. അദ്ദേഹം ജയിക്കാനാണ് സാധ്യത എന്നാണ് ജനം പറയുന്നത്. അപ്പം BJPക്ക് ഐസക്കിന് ഒരു പ്രതീക്ഷയില്ല. ഐസക്കിന് കിട്ടിയാലേ, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. അപ്പൊ ഈ വിലക്കയറ്റം ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടോ? വിലക്കയറ്റം അല്ല, സാമ്പത്തിക നയം കേരളത്തിൽ വളരെ രൂക്ഷം. തോമസ് ഐസക് തന്നെ ജയിക്കും. തോമസ് ഐസക് ജയിക്കും. ആന്റോ ആന്റണി ജയിക്കുന്ന പറയുന്നത്. ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാലും ടൈറ്റ് മത്സരമാണ്. എന്നാലും LDFോ UDFോ പറ്റത്തില്ല. ജയിക്കാനാണ് ചാൻസ്. ആന്റോ ആന്റണിക്കാണ് വീണ്ടും ചാൻസ് കിട്ടുന്നത്. അതാണെന്നാണ്. പോളിംഗ് ശതമാനം വളരെ കുറവാണല്ലോ. UDFന്റെ പോളിംഗ് കുറവാണ്. ഇവിടെ നിന്ന് ധാരാളം പിള്ളേർ ഔട്ട്സൈഡിലോട്ട് പോയിട്ടുണ്ട്. പഠിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ തോതിൽ പാർട്ടിക്കാരോട് വെറുപ്പുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനത്തിൽ അറിവ് വന്നിട്ടുണ്ട്. വിലക്കയറ്റവും പെൻഷനൊക്കെയാണോ വിഷയം? പൊതുവെ ഒരു ഭരണത്തിൻ്റെ ഒരു മോശമായ ഒരു സംസാരം കൊണ്ട് എന്നാൽ പിന്നെ ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല എന്നൊരു ധാരണയിൽ വോട്ട് ചെയ്യാത്ത അനേകരുണ്ട്. പ്രതീക്ഷയുള്ളവർ ജയിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ വോട്ട് ചെയ്തിട്ട് ജയിക്കട്ടെ എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അടൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കാണും. അപ്പോൾ അവകാശവാദങ്ങൾ എല്ലാവർക്കും പറയാൻ സാധിക്കും. യഥാർത്ഥ വിജയം അറിയണമെങ്കിൽ ജൂൺ 4 വരെ നമ്മൾ കാത്തിരിക്കണം. പത്തനംതിട്ട അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.